ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ അതിന് വീഡിയോസൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് സ്ലീപ്പർ ക്ലാസ് ബസ്സാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ മേലത്തെ നിലയിലാണ്. അപ്പോൾ ഹസ്ബൻഡ് കിടന്നിട്ടുണ്ട്, ഞാനിതാ ചാരി ഇരുന്നിട്ട് കാഴ്ചകൾ കാണുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ചിപ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കട്ടെ സ്ഥലങ്ങളൊക്കെ. ഇപ്പോൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അവിടെ എന്തൊക്കെ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. നല്ല ലൈറ്റ്സൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ നല്ല ക്രൗഡാണ്. അപ്പോൾ കോഴിക്കോട് എത്തിയപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയും കുറേ പോകാനുണ്ടല്ലോ. അപ്പോൾ എണീച്ച ശേഷം എന്താ നമ്മൾ മൈസൂർ എത്തിയിട്ടുണ്ട്. നല്ല മിസ്റ്റാണ്, നമ്മുടെ നാട്ടിലത്തെക്കാളും നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ ഇതാ ബാംഗ്ലൂർ എത്താനായി. അപ്പോൾ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബാംഗ്ലൂർ ആദ്യമായിട്ടാണ് പോകുന്നത്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ റൂം എടുത്തു. ഇതാണ് റൂം. സ്റ്റഡി ടേബിളും ഒരു കുഞ്ഞു ബെഡും അതുപോലെ തന്നെ എന്താ നമ്മുടെ ഒരു കുഞ്ഞ് കിച്ചൺ സെറ്റപ്പും അലമാരയും അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആയിട്ടുള്ള ഒരു നല്ല റൂമാണ്. അപ്പോൾ ഈ റൂമിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ്, നല്ല രസമായിട്ടുണ്ട് കേട്ടോ. എന്തായാലും റൂം ഞങ്ങൾ രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ, ഞാനും എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നല്ല രസമായിട്ടുള്ള ഒരു റൂം തന്നെയാണ്. അതിന് ശേഷം നമുക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഫുഡ് എന്താണെന്നുള്ളത് അറിയില്ല, അതൊക്കെ നോക്കണം. അതുപോലെ തന്നെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് സൂപ്പർ മാർക്കറ്റിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ്, നമ്മുടെ നേരെ റൂമിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ ഒരു സൂപ്പർ മാർക്കറ്റ്. ഇതെന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഞങ്ങൾ പർച്ചേസിനൊക്കെ പോകുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ നാട്ടിലത്തെയും ഇവിടുത്തെയും ഒന്ന് റേറ്റും ഇവിടുത്തെ കളക്ഷനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ട്രെൻഡ്സിൽ കയറിയിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റിൻ്റെ നേരെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ആ ട്രെൻഡ്സിൽ കയറിയിട്ട് ഇവിടുത്തെ കളക്ഷനൊക്കെ എന്താ പാട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതായിരുന്നു തന്നെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് നമ്മൾ രാവിലെ ഇവിടെ ഫുഡ് കഴിച്ചത്. തട്ടുദോശ, ചട്നി, എന്തോ ഒരു കറി, അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് രാത്രി വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ പൂക്കൾ, ഇങ്ങനെ കടകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ് നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലത്തെക്കാളും നല്ല വിലയാണ്, അല്ലെങ്കിൽ നാട്ടിൻ്റെ അതേ വിലയും. അതിന് താഴേക്ക് ഒരു റേറ്റിനും ഒരു വ്യത്യാസം ഇല്ല. എന്നാലും കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിലത്തെക്കാളും കുറച്ചും കൂടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസൊക്കെ ഉണ്ട്. പക്ഷേ റേറ്റിൻ്റെ കാര്യത്തിൽ സമ്മതിക്കണം, നല്ല റേറ്റ് ഉണ്ട് കേട്ടോ എല്ലാത്തിനും. അപ്പോൾ നമ്മളിതാ അടുത്തുള്ള വേറൊരു ഫാൻസിയിൽ കയറി. അതിന് ശേഷം നമുക്കൊരു പിടിയില്ല എന്നുള്ളത് മനസ്സിലായ അപ്പോൾ നമ്മളെന്തായാലും നെക്സ്റ്റ് പരിപാടിക്ക് പോവാണ്. നമ്മുടെ നല്ല തണുപ്പത്ത് നമ്മുടെ പാനിപൂരി, അതിന് പാനിപൂരി കഴിക്കുകയാണ്. അത് നല്ല ചൂട് കൊടുക്കാൻ ഈ തണുപ്പത്ത് കിട്ടുമ്പോൾ നല്ല അടിപൊളിയല്ലേ. അങ്ങനെ പാനിപൂരി നമ്മളൊരു സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്നതിൻ്റെ ഫസ്റ്റ് ദിവസമാണ് കേട്ടോ ഇത്, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒന്ന് ആഘോഷിക്കണത്. പിന്നെ അങ്ങോട്ട് കുറയുമല്ല. അപ്പോൾ പിന്നെ നമ്മൾ പാനിപൂരി കഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു ഗോബി മഞ്ചൂരിയനും കഴിച്ചു. ഗോബി മഞ്ചൂരിയൻ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ റൂമിലെത്തിയിട്ട് നല്ലൊരു ബിരിയാണിയും കൂടെ കഴിച്ചിട്ട്, ബിരിയാണി ഒരു ഇവിടുത്തെ നാട്ടിലത്തെ അതേ ഒരു മസാല ആണ്, നമുക്ക് പറ്റുമൊന്നുമില്ല, എന്നാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. പിന്നെ നമ്മൾ രാവിലത്തെ ഒരു മോർണിംഗ് റൊട്ടീനായിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ രാവിലെ നേരത്തെ ഒന്ന് എണീച്ച് കിറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട്, ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് 2 ഗ്ലാസും 2 കുഞ്ഞ് പ്ലേറ്റും എടുത്തതുകൊണ്ട് അതെങ്ങനെ ആയി. കാരണം ഇവിടുത്തെ ഫുഡൊന്നും നമുക്ക് പറ്റൂല, അങ്ങനത്തെ ഒരു ഫുഡാണ്. നമുക്ക് ഇവിടുത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വയറിന് ഒരു പ്രശ്നം പറ്റും, അങ്ങനത്തെ ഫുഡാണ്. ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളിവിടെ നടത്തേണ്ട സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ബിസ്ക്കറ്റൊക്കെ വാങ്ങി നമ്മൾ കഴിക്കുകയാണ്. നല്ലൊരു ബിസ്ക്കറ്റും നല്ലൊരു ചായയും ഒരു ഏർലി മോർണിംഗിൽ അന്തസ്സിലെ. അതിന് ശേഷം നമ്മൾ റൂമിലെ ടി വിയിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒന്ന് സെറ്റാക്കിയിട്ടില്ല, അതുകൊണ്ട് കർണാടക ചാനൽ മാത്രമേ കിട്ടുന്നുള്ളൂ. അതിന് ശേഷം നമ്മളൊരു പഴം എടുത്ത് കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ രാവിലത്തെ ഫുഡ് ഇതേപോലെ പൂരിയും ഇവിടുത്തെ അതേ ചട്ടിയും അതേ മസാലയാണ്, അതും വീണ്ടും കഴിച്ചു. അതുതന്നെയാണ് ഇന്നത്തെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വരാം കേട്ടോ. അപ്പോൾ ബാംഗ്ലൂരിലെ കുറേ കാര്യങ്ങളായിട്ട് വരാം. എന്തായാലും ഈ വീഡിയോ എൻജോയ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.